ഓക്കെ. നിങ്ങൾ വേർഡ് പ്രസ് പ്ലാറ്റ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്തു. നൗ യു ആർ ഓൺ ഷോപ്പിഫൈ. അപ്പൊ അതിലേക്കുള്ള ട്രാൻസിഷൻ റീസൺ എന്തായിരുന്നു? ലൈക്ക് വൈ ഷോപ്പിഫൈ? സോ നമ്മള് ഷോപ്പിഫൈ തുടങ്ങണം എന്നുള്ളത് നമ്മൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മള് ഷോപ്പിഫൈ ആസ് എ പ്ലാറ്റ്ഫോം കമ്പയർ ടു അതർ പ്ലേയേഴ്സ് നമ്മളൊരു ലിറ്റിൽ ലേറ്റ് മോർ ആണ്. പക്ഷെ നമ്മളവിടെ കണ്ടിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഷോപ്പിഫൈ ഈസ് ഇൻസെയിൻലി ഗ്രോയിങ്, റൈറ്റ്? വുക്കോമേഴ്സ് ഇത്, റൈറ്റ്? ആൻഡ് നമ്മുടെ ചില കസ്റ്റമേഴ്സ് ഷോപ്പിഫൈ വുക്കോമേഴ്സിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി, റൈറ്റ്? ആൻഡ് നമ്മൾ മനസ്സിലാക്കിയത് വുക്കോമേഴ്സിൽ കുറെ കൂടി ഒരു എന്താ പറയാ ഡെവലപ്പർ സെൻട്രിക് ആൾക്കാരാണ് കൂടുതൽ സ്റ്റോർ റൺ ചെയ്യുന്നതും ബിൽഡ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ. ഷോപ്പിഫൈയിൽ കുറെ കൂടി പ്രോപ്പർ ദേ ഡോണ്ട് റിയലി ഹാവ് ടു ഡു ദാറ്റ് ഹെവി ലിഫ്റ്റിംഗ്, റൈറ്റ്? സെർവറോ ബാക്കി കാര്യങ്ങളൊന്നും അവർ അറിയണ്ട, എല്ലാം ഷോപ്പിഫൈ മാനേജ് ചെയ്തോളും. If we really compare, നമ്മളതുപോലെ ഒരു what Shopify is doing for the website, we are doing for the same for the mobile apps. മനസ്സിലായി. അപ്പൊ നമ്മൾ ആ ഒരു ഫിറ്റ് അവിടെ ഭയങ്കരമായിട്ട് ഐഡന്റിഫൈ ചെയ്തു. ഗുഡ് ബ്രാൻഡ്സ് ആർ ഓൺ ഷോപ്പിഫൈ. If you look at some of the brands that we work with, right? ഏതൊക്കെ ബ്രാൻഡ്സ് ആർ യു റണ്ണിംഗ് ഓൺ ഷോപ്പിഫൈ? ഇപ്പൊ നമ്മള് Rare Rabbit, റൈറ്റ്? ഒരു വൺ ഓഫ് ദ റിയലി ലക്ഷറി അപ്പാരൽ ബ്രാൻഡാണ്. പിന്നെ നമ്മുടെ we run a company called Bombay Shirt Company. Right. It's a lot of companies, right? And we are also onboarding US Polo. US Polo live. US Polo India mobile app നമ്മുടെ പ്ലാറ്റ്ഫോമിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ലിവൈസിന്റെ മൊബൈൽ ആപ്പ് വിച്ച് ഈസ് ഇന്ത്യ നമ്മളെ ഇതിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറെ കൂടി ഒരു ലാർജർ ചങ്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി കാണുന്നത് അവിടെയാണ്. കാരണം ഈ ആൾക്കാർക്കൊന്നും വെബ് മാനേജ് ചെയ്യാനോ മൊബൈൽ മാനേജ്, ദാറ്റ്സ് നോട്ട് their core business. Their core business is driving revenue through their different channels.